ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആർക്കും വീട്ടിലിരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനായി അധികം ചെലവുകളൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളവും ഒരല്പം പൗഡറുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പൗഡറാണോ ഏറ്റവും സ്മെല്ല് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം, ആ പൗഡർ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സെഡിൻ്റെ പൗഡർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്മെല്ല് നല്ലതായത് കൊണ്ട് തന്നെ ഞാനിത് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സ്മെല്ലുണ്ടായാൽ മതി കേട്ടോ. സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ നന്നായി കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് അടിപൊളി റൂം ഫ്രഷ്നർ ആണ്. 10 പൈസ ചെലവില്ലാതെ. പ്രത്യേകിച്ച് നമ്മുടെ വീടൊക്കെ പൂട്ടി എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെ യാത്രയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും ചിലപ്പോൾ വീട് തുറക്കുമ്പോൾ ബാഡ് സ്മെൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് റൂമുകളിലൊക്കെ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് ഒരു കുമിഞ്ഞ സ്മെൽ ഉണ്ടാകും. അപ്പോൾ ആ കുമിഞ്ഞ മണമൊക്കെ മാറ്റിയെടുക്കാനാണ് ഇത്. വളരെ മൂഡ് ഉണർത്താനും നല്ല പോസിറ്റീവ് വൈബ് ആക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യും. അപ്പോൾ ഇതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൗഡർ അതുപോലെ കുറച്ച് ചൂടുവെള്ളം മാത്രമാണ് ഇതിന് വേണ്ടത്. ഇനി അടുത്തതായി വേണ്ടത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും ചൂടാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയൊക്കെ ചെയ്യാമെന്നതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മിശ്രിതം നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ബെഡിലെ ബെഡ്ഷീറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് റൂമൊക്കെ പൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റിലൊക്കെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റൂമിലെ കർട്ടനിലൊക്കെ എന്തായാലും ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർട്ടനിലാണ് കൂടുതൽ നമ്മൾ എയർ ഫ്രഷ്നർ അടിക്കേണ്ടത്. കാരണം കർട്ടനിലാണ് നമുക്ക് കൂടുതൽ സ്മെല്ല് ലഭിക്കുക. അപ്പോൾ കർട്ടൻ അതുപോലെ ബെഡ്ഷീറ്റിലൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ റൂമിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. റൂമിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പോകുന്നതിന് തൊട്ട് മുൻപ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം റൂം ക്ലോസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നീട് റൂം തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, പ്രത്യേകിച്ച് നല്ലൊരു സുഗന്ധം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കർട്ടന് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, റൂമിൻ്റെ ഡോറ് വേണമെങ്കിൽ നിങ്ങൾ ജനലയിലൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കബോർഡിലും ഒന്നും അടിച്ചു കൊടുത്തത് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. നല്ല സ്മെല്ല് ലഭിക്കാൻ അതൊരു കാരണമാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. ഒരു ചിലവുകളും ഇല്ല, മറ്റൊരു ചിലവുകളും ഇല്ല. അപ്പോൾ യാത്ര പോകുന്നതിന് മുൻപ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിടാം. കിച്ചണിലും ഒക്കെ നിങ്ങൾക്ക് അടിച്ചിടാം കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം.